ഇതാണ് ഒരു ഫ്ലാഗ്ഷിപ്പ് മാക്ബുക്ക് ലാപ്ടോപ്പ് ആൻഡ് ഇതാണ് ഒരു ഫ്ലാഗ്ഷിപ്പ് വിൻഡോസ് ലാപ്ടോപ്പ്. എന്താണ് വ്യത്യാസം ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു CFL ലാമ്പ് വർക്ക് ചെയ്യുന്ന കറണ്ടിൽ മാക്ബുക്ക് ലാപ്ടോപ്പുകളിൽ ഒരു സിനിമ വരെ നമുക്ക് ഫുള്ളായിട്ട് എഡിറ്റ് ചെയ്ത് തീർക്കാം. ആൻഡ് വിൻഡോസിലേക്ക് വരുമ്പോൾ ഇതിന്റെ 5-6 ഇരട്ടിയൊക്കെ കറണ്ടാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിൽ യൂസ് ചെയ്യുന്ന പ്രൊസറാണ് കേട്ടോ ഈ ഡിഫറൻസ് കൊണ്ടുവരുന്നത്. ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറഞ്ഞാൽ മാക്ബുക്കിന്റെ കാര്യത്തിൽ ARM ആർക്കിടെക്ചർ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊസറാണ്. ഇത് ആക്ച്വലി ഈ മൊബൈലിലൊക്കെ വരുന്ന സെയിം പ്രൊസർ തന്നെയാണ്. അതായത് കൂടുതൽ പവർ എഫിഷ്യന്റ് ആയി ഒത്തിരി ബാറ്ററിയും പവറൊന്നും യൂസ് ചെയ്യാതെ വർക്ക് ചെയ്യുന്ന കുഞ്ഞു പ്രൊസറാണ്. ആൻഡ് നമ്മുടെ ഡെസ്ക് ടോപ്പുകളിൽ യൂസ് ചെയ്യുന്ന X64 പ്രൊസറാണ് ഈ ലാപ്പിൽ യൂസ് ചെയ്യുന്നത്. അതിന് കാരണം ഹൈ പെർഫോമൻസ് കിട്ടാനാണ്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് ഇവിടെ പെർഫോമൻസിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ എഡിറ്റിംഗിന്റെ കാര്യത്തിൽ മാക്ബുക്ക് ഒരുപാട് മുകളിലാണെന്ന് കാണാം. അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഇതിന്റെ ആക്ച്വൽ റീസൺ എന്ന് പറയുന്നത് X64 കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ലാപ്ടോപ്പുകളും ഡെസ്ക്ടോപ്പുകളും ഡാറ്റയെ മാനേജ് ചെയ്യുന്നത് റോ ആയിട്ടാണ്. അതായത് ഏത് ക്വാളിറ്റിയിലാണോ അത് എടുത്തു വെച്ചിരിക്കുന്നത് അതേ ക്വാളിറ്റി തന്നെയാണ് എഡിറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നത്. പക്ഷെ ആപ്പിളിന്റെ കാര്യത്തിൽ ഇവിടെയാണ് ആപ്പിളിന്റെ മാജിക് വർക്ക് ആവുന്നത്. ആപ്പിൾ നമ്പർ 1 ബ്രാൻഡ് ആവുന്നത് ഇവിടെയാണ്. ആപ്പിൾ ആ ഡാറ്റയെ ഡയറക്റ്റ് മാനേജ് ചെയ്യല്ല, ഡയറക്റ്റ് റോ ആയിട്ട് തന്നെ മാനേജ് ചെയ്യല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് അതിന്റെ കംപ്രസ്ഡ് ഫോർമാറ്റിനെയാണ് മാനേജ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ക്വാളിറ്റി ഉള്ള വീഡിയോസ് ഒക്കെ ഈ കുഞ്ഞു പ്രൊസസർ വെച്ചിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് ഇതിന്റെ ഏറ്റവും ബെനിഫിറ്റ് കിടക്കുന്ന എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററി ബാക്കപ്പ്. ആപ്പിൾ മാക്ബുക്ക് പ്രോയിൽ കിട്ടുന്ന ബാറ്ററി ബാക്കപ്പ് ഒരിക്കലും ഒരു വിൻഡോസ് ബേസ്ഡ് ലാപ്ടോപ്പുകളിൽ സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അത്ര ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും. കാരണം 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് നമുക്ക് തരുമ്പോൾ 8-10 മണിക്കൂറൊക്കെ ഒരു മാക്ബുക്ക് പ്രോ നമുക്ക് ബാക്കപ്പ് വരും. അത്രയും വ്യത്യാസമുണ്ട്. ഇനി ഒരു മാക്ബുക്ക് യൂസ് ചെയ്യുമ്പോൾ ഓർത്തോളൂ, നമ്മുടെ മൊബൈലിലൊക്കെ വരുന്ന അതേ പ്രൊസസർ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി പെർഫോമൻസ് ഉള്ള ഒരു പ്രൊസസർ മാത്രമാണ് മാക്ബുക്കിൽ ഇരിക്കുന്ന ഒരു യൂസ് ചെയ്യുന്ന ARM എന്ന് പറയുന്ന ടെക്നോളജിയാണ് അവരെ കൊണ്ട് ഈ പണി എടുപ്പിക്കുന്നത്.